നമസ്കാരം. ഇന്ന് നമുക്കൊരു യാത്ര പോയാലോ? പക്ഷേ ഇത് സാധാരണ ഒരു യാത്രയല്ല. നമ്മൾ പോകുന്നത് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരു ലോകത്തേക്കാണ്. നമ്മുടെ എല്ലാം ഉള്ളിൽ രാവും പകലും തിരക്കിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു അത്ഭുത നഗരത്തിലേക്ക്. അതെ, നമ്മൾ കോശങ്ങളുടെ ലോകത്തേക്കാണ് ഊളിയിടാൻ പോകുന്നത്. ശരിക്കും നിങ്ങളെ ശരീരത്തിനുള്ളിൽ കോടിക്കണക്കിന് കുഞ്ഞൻ നഗരങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? കേൾക്കുമ്പോ എന്തോ കഥ പോലെ തോന്നാം, അല്ലേ? പക്ഷെ ഇത് 100% സത്യമാണ്. ജീവനുള്ള എന്തിന്റെയും അടിസ്ഥാനം ഈ കോശങ്ങൾ എന്ന് വിളിക്കുന്ന കുഞ്ഞൻ നഗരങ്ങളാണ്. എന്നുവെച്ചാൽ നിങ്ങളും ഞാനും നമുക്ക് ചുറ്റും കാണുന്ന ഓരോ ചെടിയും മൃഗവുമൊക്കെ എല്ലാം ഈ നഗരങ്ങൾ ചേർന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോ നമ്മുടെ ഈ സിറ്റി ടൂർ തുടങ്ങുകയല്ലേ? ഈ കോശനഗരങ്ങളിൽ നമുക്ക് പ്രധാനമായും 2 തരം ആൾക്കാരെ കാണാം. ഒന്ന് വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് പഴയകാല നഗരങ്ങൾ, പിന്നെ അത്യാധുനിക സൗകര്യങ്ങളൊക്കെയുള്ള ചില ഫാൻസി വൻ നഗരങ്ങളും. വരൂ, നമുക്കിവരെ ഒന്ന് പരിചയപ്പെട്ടിട്ട് വരാം. ആദ്യത്തെ ആള് നമ്മുടെ സിമ്പിൾ സിറ്റി അഥവാ പ്രോകാരിയോട്ടിക് കോശങ്ങളാണ്. ഇവരുടെ കാര്യം ഭയങ്കര സിമ്പിളാണ്. പ്രത്യേകിച്ചൊരു രാജാവോ കൊട്ടാരമോ കൺട്രോൾ റൂമോ ഒന്നുമില്ല. എല്ലാവരും ഒരുമിച്ചങ്ങ് പ്രവർത്തിക്കും. ബാക്ടീരിയകളൊക്കെ ഈ ടീമിലാണ്. ഇനി രണ്ടാമത്തെ ആളെ നോക്കാം. ഇതാണ് ഫാൻസി സിറ്റി അഥവാ യൂക്കാരിയോട്ടിക് കോശങ്ങൾ. പേരുപോലെ തന്നെ ഇവർ കുറച്ചുകൂടെ ഫാൻസിയാണ്. വലുപ്പമുണ്ട്, കാര്യങ്ങൾക്കൊക്കെ ഒരു ചിട്ടയുണ്ട്, എല്ലാത്തിനും മേൽനോട്ടം വഹിക്കാൻ ഒരു രാജാവുണ്ട്. നമ്മളൊക്കെ ശരീരത്തിലുള്ള കോശങ്ങൾ ഈ ഫാൻസി സിറ്റി വിഭാഗത്തിൽ പെടുന്നവയാണ്. അപ്പൊ പിന്നെ നമുക്ക് ഒരു ഫാൻസി സിറ്റിയുടെ ഉള്ളിലേക്ക് ഒന്ന് പോയി നോക്കിയാലോ? ഈ നഗരം എപ്പോഴും ഇങ്ങനെ ഉഷാറായിട്ട് പ്രവർത്തിക്കുന്നതിന്റെ രഹസ്യം എന്താണെന്നറിയണ്ടേ? അവിടുത്തെ പ്രധാന പൗരന്മാരെ നേരിട്ട് കാണാം. ഇവരെയാണ് നമ്മൾ കോശാംഗങ്ങൾ എന്ന് വിളിക്കുന്നത്. റെഡിയല്ലേ? ഏതൊരു വലിയ നഗരത്തിനും ഒരു തലവനുണ്ടാവുമല്ലോ, അല്ലേ? ഒരു മേയറോ രാജാവോ ആരെങ്കിലും. അതുപോലെ നമ്മുടെ ഈ കോശനഗരത്തെയും ഭരിക്കുന്ന ഒരാളുണ്ട്. വരൂ, ഈ യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളെ, ഈ നഗരത്തിന്റെ ഹൃദയഭാഗത്തിരിക്കുന്ന ആ തലവനെ നമുക്ക് പോയി കാണാം. ദാ ഇതാണ് ആള്, നമ്മുടെ രാജാവ്. ന്യൂക്ലിയസ് അഥവാ മർമ്മം. ഇതാണ് കോശനഗരത്തിന്റെ ബ്രെയിൻ അല്ലെങ്കിൽ കൺട്രോൾ റൂം എന്ന് പറയാം. എല്ലാ ഓർഡറുകളും പോകുന്നത് ഇവിടെ നിന്നാണ്. രസകരമായ ഒരു കാര്യം എന്താണെന്ന് വച്ചാൽ 1831 റോബർട്ട് ബ്രൗൺ എന്നൊരു ശാസ്ത്രജ്ഞനാണ് ആദ്യമായി ഈ രാജാവിനെ ഒരു മൈക്രോസ്കോപ്പിലൂടെ കണ്ടെത്തുന്നത്. സത്യത്തിൽ ജീവന്റെ ഏറ്റവും വലിയ രഹസ്യങ്ങളിലേക്കുള്ളൊരു വാതിലാണ് അന്ന് അദ്ദേഹം തുറന്നത്. ശരി, രാജാവിനെ നമ്മൾ കണ്ടു. ഇനിയിപ്പോ ഇത്രയും പ്രധാനപ്പെട്ട ഒരു നഗരത്തിന് നല്ലൊരു സുരക്ഷ വേണ്ടേ? പുറത്തുനിന്ന് ആർക്കും തോന്നിയ പോലെ കേറി വരാൻ പറ്റില്ലല്ലോ. അതിർത്തി കാക്കാൻ ഒരാൾ വേണം. അപ്പോ അടുത്തതായി നമുക്ക് ഈ നഗരത്തിലെ സെക്യൂരിറ്റി ഗാർഡിനെ കാണാം. ഇയാളാണ് കോശസ്തരം, നമ്മുടെ നഗരത്തിന്റെ ഗേറ്റ് കീപ്പർ. ഒരു VIP ക്ലബിന്റെ ബൗൺസറെ പോലെയാണിത്. ലിസ്റ്റിൽ പേരുള്ളവരെ, അതായത് നഗരത്തിനാവശ്യമുള്ള നല്ല സാധനങ്ങളെ മാത്രം അകത്തേക്ക് കടത്തിവിടും. ആവശ്യമില്ലാത്തവരെയും അപകടകാരികളെയും ഗേറ്റിന് പുറത്തു നിർത്തും. ഒരു സെലക്റ്റീവ് ചെക്കിംഗ് പോയിന്റ്. അങ്ങനെ നഗരത്തെ എപ്പോഴും സേഫാക്കി വെക്കും. ഓക്കെ, ഇനി നമുക്ക് നഗരത്തിലെ ഒരു ഫൺ സോണിലേക്ക് പോകാം. ഇതൊരു പ്രത്യേകതരം പാർക്കാണ്. സങ്കൽപ്പിക്കൂ, ഒരു വലിയ സ്വിമ്മിംഗ് പൂൾ, നിറയെ ജെല്ലി വെച്ചിരിക്കുന്നത്. അതിലാണ് നമ്മുടെ രാജാവും മറ്റു കെട്ടിടങ്ങളുമെല്ലാം ഒഴുകി നടക്കുന്നത്. എങ്ങനെയുണ്ടാകും? ആ ഒരു ജിഗി ജെല്ലി പാർക്കിനെയാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അതേ, ഇതാണ് കോശദ്രവ്യം അഥവാ സൈറ്റോപ്ലാസം. ഈ ജെല്ലി പോലുള്ള ദ്രാവകത്തിലാണ് നഗരത്തിലെ ബാക്കി എല്ലാ ഭാഗങ്ങളും ഇങ്ങനെ ഒഴുകി നടക്കുന്നത്. ഇതിനെ വെറും ഒരു ജെല്ലി എന്ന് കരുതി തള്ളിക്കളയരുത്. എല്ലാവർക്കും അവരവരുടെ ജോലികൾ ചെയ്യാനും ഒരിടത്തുനിന്നും മറ്റൊരിടത്തേക്ക് പോകാനുമൊക്കെയുള്ള ഒരു സ്പേസ് കൊടുക്കുന്നത് ഈ കോശദ്രവ്യമാണ്. ഒരു നിമിഷം ഈ നഗരം മുഴുവൻ ഇങ്ങനെ 24/7 പ്രവർത്തിക്കണമെങ്കിൽ അതിന് എനർജി വേണ്ടേ? നമ്മുടെ വീട്ടിലെ കറണ്ട് പോയാലുള്ള അവസ്ഥയൊന്നോർത്തു നോക്കൂ. എല്ലാം നിശ്ചലമാകും. അതുപോലെയാണ് ഈ കോശനഗരവും. അപ്പോ എവിടെ നിന്നാണ് ഈ നഗരത്തിന് പ്രവർത്തിക്കാനുള്ള പവർ കിട്ടുന്നത്? ആരാണ് ഇവിടുത്തെ പവർ പ്ലാന്റ്? ഇതാണ് മൈറ്റോകോൺട്രിയോൺ, നമ്മുടെ കോശനഗരത്തിന്റെ സ്വന്തം പവർ ഹൗസ്. നമ്മൾ കഴിക്കുന്ന ആഹാരമില്ലേ, അതിനെ കോശത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന ചെറിയ എനർജി പാക്കറ്റുകളാക്കി മാറ്റുന്ന ഫാക്ടറികളാണിത്. അതുകൊണ്ടാണ് ഒരുപാട് ചിന്തിക്കുന്ന നമ്മുടെ തലച്ചോറിലെ കോശങ്ങളിലും എപ്പോഴും ഓടി നടക്കുന്ന നമ്മുടെ പേശികളിലെ കോശങ്ങളിലുമൊക്കെ ആയിരക്കണക്കിന് മൈറ്റോകോൺട്രിയോണുകൾ കാണുന്നത്. കൂടുതൽ പവർ ഹൗസുകൾ. സിമ്പിൾ. നമ്മൾ ഇതുവരെ കണ്ടത് ഒരു സാധാരണ ഫാൻസി സിറ്റിയുടെ ഉൾഭാഗമാണ്. ഇനി നമുക്ക് 2 സ്പെഷ്യൽ എഡിഷൻ നഗരങ്ങളെ കാണാം. ഒന്ന് ഒരു സസ്യനഗരം, പിന്നെ ഒരു ജന്തുനഗരം. ഇവർ തമ്മിൽ എന്തൊക്കെയാണ് പ്രധാന വ്യത്യാസങ്ങളെന്ന് നോക്കാം, അല്ലേ? കണ്ടോ, ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യത്യാസം പിടികിട്ടിയില്ലേ? സസ്യനഗരം ഒരു ഉറപ്പുള്ള പെട്ടി പോലെയിരിക്കുന്നു.
എന്നാൽ ജന്തുനഗരത്തിന് അത്ര കൃത്യമായ രൂപമൊന്നുമില്ല. കുറച്ചുകൂടി വഴക്കമുള്ള ഉരുണ്ടൊരു ഷേപ്പാണ്. എന്തായിരിക്കും ഇതിന് കാരണം? നമുക്ക് നോക്കാം. ആ സസ്യനഗരത്തിന് അത്ര ഉറപ്പ് കിട്ടുന്നതിന് പിന്നില് ഒരു രഹസ്യമുണ്ട്. അവർക്കൊരു പ്രത്യേക ബോഡിഗാർഡുണ്ട്. നമുക്കയാളെ വാൾ വാലി എന്ന് വിളിക്കാം. പ്രധാനമായും ഈ 3 കാര്യങ്ങളാണ് സസ്യനഗരത്തെ സ്പെഷ്യലാക്കുന്നത്. 1. കോശഭിത്തി എന്ന അതിശക്തമായ കോട്ടമതിൽ. 2. ഹരിതഗണം, അതായത് സൂര്യപ്രകാശത്തിൽ നിന്ന് സ്വന്തമായി ഭക്ഷണമുണ്ടാക്കുന്ന ഒരു സോലാർ പവർ പ്ലാന്റ്. 3. ഒരു വലിയ വാട്ടർ ടാങ്ക് പോലെയുള്ള ഫേനം. ഇത് നഗരത്തെ നല്ല ഉറപ്പിച്ചു നിർത്താൻ സഹായിക്കുന്നു. എന്നാൽ ജന്തുനഗരത്തിന്റെ സൂപ്പർ പവർ എന്താണെന്ന് അറിയാമോ? ഈ പറഞ്ഞ കോട്ടമതിൽ അവർക്കില്ല എന്നതാണ്. അതുകൊണ്ടാണ് നമ്മുടെ പേശീകോശങ്ങൾക്ക് സങ്കോചിക്കാനും വികസിക്കാനും രക്തകോശങ്ങൾക്ക് ചെറിയ ഞരമ്പുകളിലൂടെ ഞെരുങ്ങി പോകാനുമൊക്കെ കഴിയുന്നത്. ഈ ഫ്ലെക്സിബിലിറ്റിയാണ് അവരുടെ ഏറ്റവും വലിയ ശക്തി. ഈ ചിത്രം നോക്കിയാൽ കാര്യങ്ങൾ വളരെ ക്ലിയറാകും. നടുവിൽ കാണുന്നത് രണ്ടുപേർക്കും കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്: മർമ്മം, മൈറ്റോകോൺട്രിയോൺ, അങ്ങനെ പലതും. പക്ഷേ ഇടതുവശത്ത് നോക്കൂ, കോശഭിത്തിയും ഹരിതഗണവും സസ്യനഗരത്തിനും മാത്രം സ്വന്തം. വലതുവശത്ത് ജന്തുനഗരത്തിന് ലൈസോസോം പോലുള്ള സ്വന്തം ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അത് നഗരത്തിലെ ക്ലീനിംഗ് ജോലികൾ ചെയ്യുന്ന ഒരു റീസൈക്ലിംഗ് യൂണിറ്റ് പോലെയാണ്. ശരി, നമ്മൾ ഓരോരോ നഗരങ്ങളെ കണ്ടു. പക്ഷേ യഥാർത്ഥ മാജിക് നടക്കുന്നത് ഈ നഗരങ്ങളെല്ലാം ഒരുമിക്കുമ്പോഴാണ്. അപ്പൊ നമ്മുടെ യാത്രയുടെ അവസാന ഭാഗത്ത് നമുക്ക് കുറച്ചുകൂടി പുറകിലേക്ക് സൂം ഔട്ട് ചെയ്ത് ആ വലിയ ചിത്രമൊന്ന് കണ്ടാലോ? സംഭവം ഇങ്ങനെയാണ്. ഓരോ കോശവും ഓരോ നഗരം, ഒരേപോലുള്ള ജോലി ചെയ്യുന്ന നഗരങ്ങൾ ചേർന്ന് കലകൾ എന്ന ഓരോ ഏരിയകൾ ഉണ്ടാകുന്നു. ഈ ഏരിയകൾ ഒത്തുചേർന്ന് ഹൃദയം, ശ്വാസകോശം പോലുള്ള വലിയ കെട്ടിടങ്ങൾ, അതായത് അവയവങ്ങൾ ഉണ്ടാക്കുന്നു. ഈ കെട്ടിടങ്ങളെല്ലാം ഒരുമിച്ച് ഒരു ഭീമൻ മെട്രോപോളിസായി പ്രവർത്തിക്കുമ്പോഴോ, അതാണ് നിങ്ങൾ. ഒന്നാലോചിച്ചു നോക്കൂ, ഒരു ബാക്ടീരിയ എന്ന് പറയുന്നത് ഒറ്റപ്പെട്ട നഗരമാണ്. പക്ഷേ നിങ്ങളോ, കോടിക്കണക്കിന് നഗരങ്ങൾ ഒരുമിച്ച് ഒരേ താളത്തിൽ ഒരേ ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ബൃഹത്തായ മഹാനഗരം. അപ്പോ നമ്മുടെ ഈ യാത്ര ഇവിടെ നിർത്തുമ്പോൾ ഈ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ്. നിങ്ങളിലുള്ള ഓരോ കോശവും ഇത്രയും സങ്കീർണമായ ഓരോ നഗരമാണെങ്കിൽ ആ കോടിക്കണക്കിന് നഗരങ്ങൾ ചേർന്ന നിങ്ങളാരാണ്? ഒരു പ്രപഞ്ചം തന്നെയല്ലേ? ഒന്ന് ആലോചിച്ചു നോക്കൂ. അടുത്ത തവണ കാണാം.